ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് DB ബോക്സിനെ പറ്റിയാണ്. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഇലക്ട്രിക്കൽ വയറിങ്ങിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് DB ബോക്സ്. DB ബോക്സിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ വയറിംഗ് രീതിയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. DB ബോക്സിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് സബ് സർക്യൂട്ടിനെ പറ്റി ഒന്ന് പഠിക്കാം. എന്താണ് സബ് സർക്യൂട്ട്? ഒരു വലിയ ബിൽഡിങ്ങിൽ ഉൾപ്പെടുന്ന വയറിങ്ങിനെ ചെറിയ സർക്യൂട്ടുകളാക്കി തിരിക്കുന്നതിനെയാണ് സബ് സർക്യൂട്ട് എന്നുകൊണ്ട് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വലിയൊരു ഹൗസ് വയറിംഗ് സിസ്റ്റത്തെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ് സർക്യൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ സബ് സർക്യൂട്ടിൻ്റെ ആവശ്യകത എന്താണ്? നമ്മളൊരു ഹൗസ് വയറിംഗ് സിസ്റ്റത്തിൽ നിരവധി ലോഡുകൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആ ലോഡുകൾ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം കണക്ട് ചെയ്ത ലോഡ് അല്ലെങ്കിൽ ഏറ്റവും അങ്ങേറ്റത്തെ ലോഡ്, ഏറ്റവും ദൂരെയുള്ള ലോഡിൽ അനുഭവപ്പെടുന്ന വോൾട്ടേജിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഇതിനെയാണ് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഹൗസ് വയറിംഗ് കണക്ട് ചെയ്യുന്ന ലോഡുകളിൽ അനുഭവപ്പെടുന്ന വോൾട്ടേജിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇങ്ങനെ ഒരു സർക്യൂട്ടിലെ ലോഡുകളുടെ എണ്ണം ഒരു നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ ആ സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഈ വോൾട്ടേജ് ഡ്രോപ്പിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഒരു വയറിങ്ങിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ സബ് സർക്യൂട്ടുകളാക്കി മാറ്റുന്നത്. ഈ സബ് സർക്യൂട്ടുകളെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ലൈറ്റ് സബ് സർക്യൂട്ടും പവർ സബ് സർക്യൂട്ടും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നമുക്ക് ഇനി ഒന്ന് പഠിക്കാം. ലൈറ്റ് സബ് സർക്യൂട്ടിലാണ് ലൈറ്റ് പോയിൻ്റ്, ഫാൻ പോയിൻ്റ്, 3-പിൻ സോക്കറ്റ് ഇവയെല്ലാം കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് സബ് സർക്യൂട്ടിൽ 10 പോയിൻറ്റുകളും മാക്സിമം 800 വാട്ട്സുമാണ് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ 10 പോയിൻറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ലോഡിനെയും കണക്ട് ചെയ്യാനായിട്ട് ഓരോ സ്വിച്ചുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ സ്വിച്ചിനെയും കൺസിഡർ ചെയ്യുന്നത് ഓരോ പോയിൻറ്റുകളായിട്ടായിരിക്കും. അങ്ങനെ ലൈറ്റ് സബ് സർക്യൂട്ടിൽ 10 പോയിൻറ്റുകളെ റൂൾസ് അനുസരിച്ച് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 10 പോയിൻറ്റുകളും മാക്സിമം 800 വാട്ട്സും. ഇനി നമുക്ക് പവർ സബ് സർക്യൂട്ടിൻ്റെ കാര്യം എടുത്താലോ. നമ്മുടെ വീടുകളിലുള്ള 1000 വാട്ട്സിൽ മുകളിലുള്ള എല്ലാ ലോഡുകളും പവർ സബ് സർക്യൂട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഒരു പവർ സബ് സർക്യൂട്ടിൽ മാക്സിമം 3000 വാട്ട്സും അതുപോലെ തന്നെ 2 പോയിൻറ്റുകളുമാണ് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു പവർ സബ് സർക്യൂട്ടിൽ മാക്സിമം 3000 വാട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ 2.5 mm² വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലൈറ്റ് സബ് സർക്യൂട്ട് ആണെങ്കിൽ മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 800 വാട്ട്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 mm² വയർ ഉപയോഗിച്ചാൽ മതി. ഇതൊക്കെയാണ് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഹൗസ് വയറിങ്ങിൽ സബ് സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമുക്കിനി ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എങ്ങനെയാണ് വയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഒരു എനർജി മീറ്റർ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് കാണുന്നുണ്ട്, ഒരു ഐസൊലേറ്റർ കാണുന്നുണ്ട്. ഐസൊലേറ്ററിന് പകരം നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് മെയിൻ സ്വിച്ചാണ്. മെയിൻ സ്വിച്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഐസൊലേറ്റർ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഫേസും ന്യൂട്രലും ഒരു സർവീസ് വയർ ഉപയോഗിച്ച് നേരെ എനർജി മീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. റെഡ് നിറത്തിൽ കാണുന്നത് ഫേസും ബ്ലാക്ക് നിറത്തിൽ കാണുന്നത് ന്യൂട്രലുമാണ്. ഇപ്പോൾ സർവീസ് വയർ ഉപയോഗിച്ച് നമ്മൾ നേരെ എനർജി മീറ്ററിലേക്ക് കണക്ട് ചെയ്തു. ഇതാണ് ഇൻപുട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എനർജി മീറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് കണക്ഷൻ നേരെ ഐസൊലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനായിട്ട് ആദ്യം തന്നെ ന്യൂട്രൽ ലൈൻ എടുക്കുന്നു. ബ്ലാക്ക് നിറത്തിൽ കാണുന്ന ന്യൂട്രൽ ലൈൻ അത് നേരെ ഐസൊലേറ്ററിൻ്റെ ഏറ്റവും അടിയിൽ റൈറ്റ് സൈഡിലായിട്ട് കണക്ട് ചെയ്യുന്നു. എനർജി മീറ്ററിൽ നിന്ന് ഫേസ് ലൈൻ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. എനർജി മീറ്ററിൽ നിന്നുള്ള ഫേസ് ലൈൻ നേരെ ഐസൊലേറ്ററിൻ്റെ ഏറ്റവും അടിവശത്തായി ലെഫ്റ്റ് സൈഡിലെ ടെർമിനലിൽ കണക്ട് ചെയ്യുന്നു. ഇനി കണക്ഷനുള്ളത് ഐസൊലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നേരെ RCCBയിലേക്കും തുടർന്ന് RCCBയുടെ ഔട്ട്പുട്ടിൽ നിന്നും MCBയിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഐസൊലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലിൽ നിന്ന് ഫേസും ന്യൂട്രലും ചെല്ലുന്നത് RCCBയുടെ ഇൻപുട്ടിലേക്കാണ്. RCCBയുടെ ഇൻപുട്ടാണ് 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഫേസ് ലൈൻ കണക്ട് ചെയ്യുന്നു. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നപ്പോൾ ഫേസ് ലൈൻ കണക്ട് ചെയ്തേക്കുന്നതാണ്. അതേപോലെ തന്നെ ന്യൂട്രൽ ലൈൻ ബ്ലാക്ക് നിറത്തിലുള്ളത് അത് നേരെ RCCBയുടെ ന്യൂട്രൽ പൊസിഷനിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് RCCBയുടെ ഔട്ട്പുട്ടിൽ നിന്ന് ഫേസ് ലൈൻ ഓരോ MCBയിലേക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 5 സബ് സർക്യൂട്ടുള്ള ഒരു DB ബോക്സിൻ്റെ വയറിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ഫേസ് ലൈൻ ഓരോ MCBയിലേക്കും, അതായത് 5 MCBയിലേക്കും ഷോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ 5 MCBയിലേക്കും ഫേസ് ലൈൻ ഷോർട്ട് ചെയ്തു. ഇനി നമുക്ക് ന്യൂട്രൽ കണക്ഷൻ ഒന്ന് ചെയ്യാം. RCCBയുടെ ഔട്ട്പുട്ടിൽ നിന്ന് ന്യൂട്രൽ കണക്ഷൻ DB ബോക്സിൻ്റെ അടിവശത്തായിട്ടുള്ള ന്യൂട്രൽ ലിങ്കിലേക്ക് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് MCBയിൽ നിന്ന് സ്വിച്ച് ബോർഡിലേക്ക് കണക്ഷൻ കൊടുത്താലോ.
ചിത്രത്തിൽ നിങ്ങൾ സ്വിച്ച് ബോർഡ് കാണുന്നുണ്ട്. ആ സ്വിച്ച് ബോർഡിലേക്ക് ഒന്നാമത്തെ MCBയിൽ നിന്ന് ഫേസ് ലൈൻ നമുക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആകെ 5 സബ് സർക്യൂട്ടാണ് ഉള്ളത്. ബാക്കി 4 സബ് സർക്യൂട്ട്, അതായത് 4 MCBയിൽ നിന്ന് കണക്ഷൻ പോകാനുള്ളത് ഓരോ സബ് സർക്യൂട്ടിലേക്കാണ്. ഒന്നാമത്തെ സബ് സർക്യൂട്ടിൻ്റെ കണക്ഷൻ പോയിരിക്കുന്നത് സ്വിച്ച് ബോർഡിലേക്കാണ്. ബാക്കി 4 സബ് സർക്യൂട്ടുകളാണ് ഉള്ളത്. അതെല്ലാം ചിലപ്പം ഒരു ഹൗസ് വയറിങ്ങിൽ ഓരോ ബെഡ്റൂമും ഓരോ സബ് സർക്യൂട്ടായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതിലേക്കായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സബ് സർക്യൂട്ടിൻ്റെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇനി സ്വിച്ച് ബോർഡിൽ നിന്ന് ഒരു ബൾബ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സ്വിച്ച് ബോർഡിലുള്ള ഒരു സ്വിച്ചിൻ്റെ മുകൾ വശത്തു നിന്ന് ഫേസ് ലൈൻ ഷോർട്ട് ചെയ്ത് ലാമ്പ് ഹോൾഡറിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്യുക. ന്യൂട്രൽ ലൈൻ ന്യൂട്രൽ ലിങ്കിൽ നിന്ന് ഷോർട്ട് ചെയ്ത് ഒരു ലൈൻ ലാമ്പ് ഹോൾഡറിൻ്റെ അടുത്ത എൻഡിലും കണക്ട് ചെയ്യുക. ഇനി സ്വിച്ച് ഓൺ ആക്കുമ്പം ബൾബ് തെളിയുന്നതായിട്ട് കാണാം. സാധാരണ ലൈറ്റ് സബ് സർക്യൂട്ടിന് 6 ആംപിയർ റേറ്റിംഗ് ഉള്ള MCB ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പവർ സബ് സർക്യൂട്ടിന് 16 ആംപിയർ റേറ്റിംഗ് ഉള്ള MCB ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൻ്റെ വയറിംഗ് രീതി. ഈ ചെറിയ വീഡിയോയിലൂടെ ഒരു DB ബോക്സിൻ്റെ വയറിങ്ങും അതിൻ്റെ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.